മ്യാൻമാറിൽ ഇന്ത്യൻ വ്യോമസേന ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. അതിഗംഭീരമായ ഓപ്പറേഷനാണ്. എന്താണ് വിവരം? അത് ചെറിയ ചില വാർത്തകളൊക്കെ ചിലയിടത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളില്ല. വിശദാംശങ്ങൾ നമ്മൾ ഗൗരവത്തിൽ കണ്ടാണ്. കാരണം ഈ സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയ വാർത്തകൾ. ഇന്നും കൊച്ചിയിലും പോലും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, അല്ലേ? എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിയുടെ പണം തട്ടിക്കൊണ്ടുപോയി. ഇതൊരു വലിയ റാക്കറ്റാണ്. ഈ റാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ നിസ്സാര സംഭവമല്ല. അതൊരു അന്താരാഷ്ട്ര റാക്കറ്റാണ്. ആ റാക്കറ്റിൽ പെട്ടുപോകുന്ന ആളുകൾ ജോലി കിട്ടുമെന്ന് കരുതിയിട്ട് അപേക്ഷ അയക്കും, അത് ജോലിക്ക് വിളിക്കും, പിന്നെ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ തടവിലാണ്. മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പേർ മ്യാൻമറിൻ്റെ, തായ്ലൻഡ് അതിർത്തിയിലുള്ള മ്യാൻമറിൽ പട്ടാള ജുണ്ട സർക്കാരാണല്ലോ, പട്ടാള ഭരണകൂടമാണ്. അവിടെ അരക്കനുമായിട്ട് യുദ്ധമാണ്. ആകെ താറുമാറായി കിടക്കുന്ന ഒരു രാജ്യം. ചൈനീസ് താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭാഗത്ത്, അരക്കൻ വേറെ. ഇങ്ങനെ ഉള്ള രാജ്യത്ത് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ടുപോകുന്നു. പിന്നീട് അവരെ തടങ്കൽ പാളയത്തിൽ പോലെ പാർപ്പിച്ച് അവരെ കൊണ്ട് ഈ പറയുന്ന ഓൺലൈൻ ഫ്രോഡുകൾ, ആളുകളെ വിളിക്കുക, ഡിജിറ്റൽ അറസ്റ്റ്, ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി ആളുകളുടെ അക്കൗണ്ടിലെ പണം കൊള്ളയടിക്കുന്ന ഒരു സംഘം. നമ്മൾ വിശ്വസിക്കുന്ന പോലെയല്ല. ഈ ഓൺലൈൻ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അത് ഏതോ ഒരുത്തന്നെ അവിടെ ഇരുന്ന് ആരുടെയെങ്കിലും കീവേഡ്, പാസ്വേഡ് എടുത്തിട്ട് കയറിയെടുക്കുക. ഇതൊരു വലിയ റാക്കറ്റാണ്, ഇൻ്റർനാഷണൽ റാക്കറ്റ്. അതിനകത്ത് ഈ മ്യാൻമറിലെ ഈ തടങ്കൽ പാളയത്തിൽ അടിമകളെപ്പോലെ ഇന്ത്യക്കാരുണ്ട്, ഫിലിപ്പീൻസുണ്ട്, വിയറ്റ്നാംകാരുണ്ട്, ചൈനക്കാരുണ്ട്, പിന്നെ എത്തോപ്യക്കാരുണ്ട് ഒക്കെ എന്നാണ് വിവരങ്ങൾ. അപ്പോൾ ഇവരൊക്കെ അവിടെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുമുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ കേന്ദ്ര സർക്കാരിനോട്, മോദി സർക്കാരിനോട് പറഞ്ഞ് ഞങ്ങളുടെ ആളുകൾ പെട്ട് കിടക്കുന്നു, അവരടിമകളാണ്, തോക്ക് ചൂണ്ടി വളരെ ദയനീയമായ ജീവിത സാഹചര്യങ്ങൾ, എല്ലാത്തരം ചൂഷണങ്ങൾക്കും ഇരയാവുന്നുണ്ട്, അവരെ പീഡിപ്പിക്കുകയാണ്, ഇത് നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ. പെട്ടുപോയാൽ പിന്നെ ഊരിപ്പോകാൻ മാർഗ്ഗമില്ല. അപ്പോൾ മ്യാൻമറിൽ തായ്ലാൻഡിൻ്റെ അതിർത്തി പട്ടണമായ മെയ്സോട്ടിൽ നിന്ന് മ്യാവാടി എന്ന് പറഞ്ഞ മ്യാൻമറിൻ്റെ അതിർത്തി കടന്നിട്ട് ഈ മെയ്സോട്ടിലൊക്കെയാണ് ഇത്തരം ആളുകളെ, ജോലിക്കുള്ള അപേക്ഷ കൊടുക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് വലിയ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ട് സിസ്റ്റം കൊടുക്കും. ഇൻ്റർനെറ്റും ഉണ്ട്, ടെലഫോണൊന്നുമില്ല വിളിക്കാൻ. നിങ്ങൾ ആളുകളുടെ നമ്പറുകൾ ഹാക്ക് ചെയ്ത്, IT അറിയാവുന്ന ആളുകളെ കൊണ്ടുപോകണത്. എന്നിട്ട് നോക്കൂ, IT പ്രൊഫഷണലുകളെ ജോലിക്കെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവരുടെ പണം പിടുങ്ങാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം അവരുടെ ബന്ധുക്കൾ മോദി സർക്കാരിനെ അറിയിച്ചപ്പോൾ മോദി തീരുമാനിച്ചു അവരെ കൊണ്ടുവരും. വേറെ രാജ്യമാണ്, 2 രാജ്യങ്ങളുണ്ട്, തായ്ലൻഡുണ്ട്, മ്യാൻമറുണ്ട്. ഈ 2 രാജ്യങ്ങളിൽ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. തായ്ലൻഡ് സർക്കാർ സഹായിക്കാമെന്ന് പറഞ്ഞു. മ്യാൻമറിലിപ്പം സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പല ഭരണമാണ്. റോഹിംഗ്യൻസിൻ്റെ അരക്കൻ മേഖലയുണ്ട്, റഖീൻ മേഖല, അരക്കൻ ആർമിയുടെ മേഖലയുണ്ട്, ജുണ്ട സർക്കാരിന് നിയന്ത്രണമുള്ള മേഖലയുണ്ട്. ഇവരുടെയൊക്കെ ഒരു സമവായം വേണം. ഏതായാലും ഇന്ത്യ തീരുമാനമെടുത്തു. നരേന്ദ്രമോദി പച്ചക്കൊടി വീശി ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യരക്ഷാമന്ത്രിയും പിന്നെ കാലത്തെയും പോലെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു വളരെ കൃത്യമായ നീക്കത്തിൻ്റെ ഭാഗമായി 270 പേരെ നമ്മൾ ഇന്നലെ രക്ഷിച്ചു. അതായത് അടിമകളെപ്പോലെ ഈ അന്താരാഷ്ട്ര സൈബർ ഭീകര സംഘം തടവിലാക്കിയിരിക്കുന്ന 270 പേരെ, അതിൽ 26 പേർ വനിതകളാണ്. ആലോചിച്ച് നോക്കൂ, അവരെത്ര ദുസ്സഹമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിരിക്കാം. ശമ്പളമില്ല, ഭക്ഷണമില്ല, കൊടിയ മർദ്ദനം, മറ്റു പീഡനങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് 270 പേര് നരകതുല്യമായ അവസ്ഥയിൽ ജീവിച്ച് വെടിയുണ്ട നെഞ്ചിൽ വന്ന് തറയ്ക്കാതിരിക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളെ സൈബർ തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പലതരം തട്ടിപ്പുണ്ട്. ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുന്ന ചാറ്റ്, അത് സെക്സ് ചാറ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ആരുമില്ല. ആ ഒരവസ്ഥ ഇപ്പോൾ അങ്ങനെ ഇന്ത്യക്കാർക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചൈന ഉൾപ്പെടെ, എത്തോപ്യ ഉൾപ്പെടെ, വിയറ്റ്നാം ഉൾപ്പെടെ, ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തീരുമാനിച്ചു, നമ്മുടെ പൗരന്മാർ ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് അടിമകളെ പോലെ കഴിഞ്ഞ് വഞ്ചനാപരമായ ഒരു ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണമെന്ന് നരേന്ദ്രമോദി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ മ്യാൻമറിൻ്റെ ആകാശത്തേക്ക് പറന്നിറങ്ങി അവിടെ എത്തി ആളുകളെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊരു വലിയ വാർത്തയാവേണ്ടതാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നോക്കൂ, മോദി വന്നതിന് ശേഷമുള്ള ചില റെസ്ക്യൂ ഓപ്പറേഷൻ, നമ്മുടെ നേഴ്സുമാരെ തട്ടിക്കൊണ്ടുപോയി, അല്ലേ? അവരെ ഒരു പോറൽ പോലും ഉണ്ടാകാതെ കൊണ്ടുവന്നു. ഈ വൈദികനെ തട്ടിക്കൊണ്ടുപോയി, അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. വന്ന ചില ആളുകൾ, തട്ടിക്കൊണ്ടുപോയ ആളുകൾ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വാഴ്ത്തിയെങ്കിലും
നരേന്ദ്രമോദിയെക്കുറിച്ച് അങ്ങനെ നല്ല വാക്കൊന്നും പറഞ്ഞില്ലെങ്കിലും മോദി അതൊന്നും കൂസുന്നില്ല. എൻ്റെ ജോലി എൻ്റെ രാജ്യത്തെ പ്രജകളെ, എൻ്റെ രാജ്യത്തെ പൗരന്മാരെ രക്ഷിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലാണേലും അവർക്ക് വേണ്ടി നമ്മളുണ്ടാവും എന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. ലോകത്തെ പല രാജ്യങ്ങളിൽ ഉക്രൈൻ യുദ്ധം നടക്കുന്നിടത്ത് 2 രാജ്യങ്ങളിൽ യുദ്ധം നടത്തുമ്പോൾ റഷ്യയോടും ഉക്രൈനോടും പറഞ്ഞിട്ട് ഒരു വെടിനിർത്തലുണ്ടാക്കി ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിലൂടെ കടത്തിക്കൊണ്ടുവന്നു. ലോകം ഞെട്ടിപ്പോയ വാർത്തയാണ്. ഇവിടെ ചില ആളുകൾക്ക് മാത്രമേ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. യുദ്ധം നിർത്തിച്ചിട്ട് അതിൻ്റെ കൂടെ ഇന്ത്യൻ പിള്ളേർ കയറി പോന്നപ്പോൾ ആ കൂട്ടത്തിൽ പാകിസ്ഥാനികളും ഇന്ത്യൻ കുടിയും പിടിച്ച് കയറി വന്നു. അപ്പോൾ നമുക്ക് ആവേശമുണ്ടാക്കുന്ന അത്ര വലിയ തീരുമാനങ്ങൾ ഇന്ത്യക്കാരൻ്റെ കരുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടേയിരിക്കുന്ന ഓപ്പറേഷൻ ഗംഗ എന്ന പേരിലൊക്കെ എത്ര ഇവാക്വേഷൻ പ്രവർത്തനങ്ങൾ യുദ്ധമുണ്ടായ രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ നമ്മുടെ ആളുകളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി ഒരു പൈസ ചിലവില്ലാതെ നമ്മുടെ വിമാനങ്ങൾ അയച്ച് അവരെ കൊണ്ടുവരുന്നു. അവരെ നാട്ടിൽ കൊണ്ടുവന്ന് അവരെ നാട്ടിലെത്തിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ അവിടെ ഇറങ്ങിയത്. ഇത് ഫസ്റ്റ് ടൈം അല്ല. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പും ഒരു ഓപ്പറേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇതുപോലെ നമ്മൾ എയർഫോഴ്സ് പോയിട്ട് 549 പേരെ കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വാർത്തകൾ ഇന്ന് പ്രധാന വാർത്തയായി വരേണ്ടതല്ലേ നമ്മുടെ സഹോദരങ്ങളല്ലേ. അവരെ അന്യരാജ്യത്ത് ചെന്ന് തായ്ലൻഡ് സർക്കാരിൻ്റെ കൂടെ തായ്ലൻഡ് കോൺസുലേറ്റിൻ്റെയും ഒക്കെ സഹായത്തോടെ അവിടുത്തെ റോയൽ ആർമിയുടെ ഒക്കെ സഹായത്തോടു കൂടി നമ്മളൊരു മ്യാൻമറിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് മുഴുവൻ പറയുകയും നമ്മളാകെ ആവേശം കൊള്ളുകയും നമ്മുടെ ഒക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് വാർത്ത കൊടുക്കത്തില്ല. മോദി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെ മോദിയുടെ കസേര ഉറപ്പിക്കുന്ന പരിപാടിയാവുമല്ലോ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയാണ്. ഈ വരുന്നവർ പല രാഷ്ട്രീയക്കാരുണ്ടാവാം, പല സംസ്ഥാനങ്ങളിലുള്ളവരുണ്ടാവാം. നമ്മളാകെ കരുതുന്നത് ഇന്ത്യക്കാർ എന്നുള്ള കേവല പരിഗണന വെച്ച് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെടുക്കുന്ന നടപടികൾ. പക്ഷേ മാത്രമല്ല മറ്റൊന്നുകൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവലാണ്. അത് മുതലെടുക്കുന്നുണ്ട് കുറേ ആളുകൾ. ശരിക്കും വിസ ഓൺ അറൈവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സന്ദർശനം നടത്താനും ചെറിയ ബിസിനസ് ഇടപാടുകളൊക്കെ നടത്താനുള്ള ഒരു സംവിധാനമാണ്. അവിടെ വലിയ ബിസിനസ്സും അല്ലെങ്കിൽ ജോലിക്ക് വിസ ഓൺ അറൈവലിൽ പോയിട്ട് ജോലിക്ക് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് മുങ്ങുന്ന ആളുകളുണ്ട്. പല രാജ്യങ്ങളുണ്ട്. UK പോയിട്ട് അവിടുന്ന് മുങ്ങി. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തുണ്ട് UK പോയിട്ട് അവിടുന്ന് മുങ്ങി ഇപ്പോൾ പിന്നീട് പുള്ളിക്ക് അവിടെ സിറ്റിസൺഷിപ്പ് എങ്ങനെയൊക്കെയോ ശരിയാക്കി ഇപ്പം UK പൗരനാണ്. അവിടെ നല്ല നിലയിലാവുന്നു. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. ചിലയിടത്തൊക്കെ പോയി നേരെ പോകുന്നത് ഒന്നെങ്കിൽ ഭീകര സംഘങ്ങളുടെ കയ്യിലേക്ക് പോകും, അവർ ചാവേറായിട്ടുണ്ടാവും. ഇപ്പോൾ റഷ്യയിലൊക്കെ പോയിട്ട് ജോലി കിട്ടുമെന്നും പറഞ്ഞ് പോയിട്ട് കൂലിപ്പട്ടാളത്തിലേക്ക് പോയി പെട്ടിട്ട് കരയുന്ന ഇന്ത്യക്കാരെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമുക്ക് ജോലി തേടി പോവുക എന്നൊക്കെ പറയും. വിദേശത്ത് ജോലി എന്നുള്ള എല്ലാവരുടെയും സ്വപ്നമാണ്. കാരണം പണം കിട്ടുന്നത് ഡോളറിലാണ് അല്ലെങ്കിൽ യൂറോയിലാണ്. അപ്പം ഇന്ത്യൻ കറൻസിയേക്കാളും മൂല്യമുള്ള അല്ലെങ്കിൽ ദറംസിലാണ്. അതുകൊണ്ട് കൂടുതൽ മൂല്യമുള്ള പണം കിട്ടും എന്ന് കരുതി നമ്മുടെ രാജ്യത്ത് തന്നെ ചെയ്യാവുന്ന എത്രയോ നല്ല ജോലികളുണ്ടല്ലേ. ഇപ്പോൾ ഞാനിവിടെ പറയുമ്പോൾ എറണാകുളത്ത് കൊച്ചി നഗരത്തിൽ പലയിടത്തും ചായക്കടകൾ, ചെറിയ ചായക്കടകൾ, ബൂസ്റ്റർ ടീ എന്നൊക്കെ പറഞ്ഞിട്ട് രാപ്പകൽ അവിടെ ചെറുപ്പക്കാരുടെ എന്ത് തിരക്കാണെന്നറിയോ? അതെ, ഭയങ്കര തിരക്കാണ്. ചെറുപ്പക്കാരുടെ വലിയ തിരക്കാണ്. അവിടെ ചെറുപ്പക്കാരിങ്ങനെ ത്രൂ ഔട്ട് രാപ്പകൽ വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം 2000-3000 ഒക്കെ ചായയാണ് വിറ്റ് പോകുന്നത്. ചായയും സ്നാക്സും പിന്നെ സിഗരറ്റും ഉണ്ടാവും. അപ്പോൾ ഇത് അധ്വാനിക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് അങ്ങനെ വലിയ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്റ്റാർട്ടപ്പുകളുണ്ട്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി വലിയ തുക കൊടുക്കുന്നുണ്ട്. ഈ MSc എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, സർക്കാരിൻ്റെ വലിയ പദ്ധതികളുണ്ട്. ഇപ്പം നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇതുമായി ബന്ധപ്പെടാത്തൊരു കാര്യം പറയും. നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം വളരെ അതിവിശിഷ്ടനായ ഒരു അതിഥി വരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഷെഫ് പിള്ള എന്നറിയപ്പെടുന്ന കേരളത്തിലെ ലോകമറിയുന്ന പാചകക്കാരൻ. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട്. കഥ പറയുന്നതിൻ്റെ കൂടെ കഥ പറഞ്ഞതൊക്കെ ചിലപ്പം മുൻപ് മറ്റു ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവാം. മറ്റു ചാനലുകളിൽ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു എപ്പിസോഡ് അടുത്ത ദിവസം നമ്മൾ എയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ചാനൽ തുടങ്ങിയ ദിവസം തന്നെ നമ്മൾക്ക് ആശംസകൾ അർപ്പിക്കാൻ വന്നതാണ്. അത് കുറച്ചുകൂടെ വ്യൂവർഷിപ്പൊക്കെ ആയിട്ട് നമ്മൾ എയർ ചെയ്യാം, കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ കരുതി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ അദ്ദേഹം ഒരു ചായക്കടയിലെ തൊഴിലാളിയായിട്ട് ആരംഭിച്ചതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ഷെഫുമാരിലൊരാളായി മാറിയിരിക്കുന്നു. അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വിസ ഓൺ അറൈവൽ ഉള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പെടുന്നത് ഇതുപോലെ കെണികളിലാണ്. അവിടെ ചെന്നിട്ട് അവയവ റാക്കറ്റിൻ്റെ പിണിയിൽ പെടുന്നു. ചെന്നിട്ട് അവരുടെ ആളുകളുടെ കിഡ്നി മുറിച്ച് മാറ്റുന്നു.
പിന്നെ ആളെ കൊന്നിട്ട് ഹൃദയം എടുക്കുന്നു, കരളെടുക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവം. ഇത്തരം കെണികളിലൊക്കെ ആളുകൾ പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മോദി സർക്കാർ എടുക്കുന്നൊരു നിലപാട് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ഏതു ഭീകര സംഘടനയുടെ കയ്യിലാണെങ്കിലും, ഏത് രാജ്യത്തിൻ്റെ തടവറയിലാണെങ്കിലും നിയമാനുസൃതവും സൈനികവുമായി അവരെ രക്ഷിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് ഒരിക്കൽ കൂടി മോദി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അഭിമാനം, ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്കൊരാവശ്യം വന്നാൽ, ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരാപത്ത് വന്നാൽ നമ്മൾ ഉടനെ നമ്മുടെ അച്ഛനെ വിളിക്കും, അല്ലെങ്കിൽ അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ ഭാര്യയെ വിളിക്കും, ഭർത്താവിനെ വിളിക്കും, ചേട്ടനെ വിളിക്കും എന്ന് പറയുന്ന പോലെ നമുക്കൊരു വലിയ കാരണവർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ 2014 മുമ്പ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടന്നാൽ അവരെ 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും 200 പേരാണെങ്കിലും 1000 പേരാണെങ്കിലും അവരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേനയുടെ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിമാനങ്ങൾ പറന്നു ചെന്നിറങ്ങുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മൾ ഈ 5 പതിറ്റാണ്ടൊക്കെ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞ ആളുകളാണ്. പ്രിയൻ അത്രയായിട്ടില്ല, പ്രിയൻ 3.5 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അനുഭവത്തിലില്ല. അപ്പോൾ നമുക്കൊരു കരുതലുണ്ട്, കാവലാളുണ്ട്, ഒരു സർക്കാർ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പെടുന്ന ഇന്ത്യക്കാർക്കും വേണ്ടി പ്രവർത്തിക്കാനുണ്ട് എന്ന് കരുതുന്ന ആവേശകരമായ തീരുമാനമാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞാൽ. മോദി ഒരു കാര്യം വാക്ക് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന ഒരൊന്നാന്തരം സൈന്യമാണ് നമ്മുടെ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ വ്യോമസേന, നമ്മുടെ സഹോദരങ്ങളെ അവർ പറന്നു വന്നിട്ടിപ്പോൾ ആദ്യം ആൻഡമാനിലിറങ്ങിയിട്ട് ഫ്യൂവൽ അടിച്ചിട്ടാണ് വീണ്ടും ഡൽഹിയിലേക്ക് വന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ഒരു ചെറിയ ഈ ദേശീയ സുരക്ഷാ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്യും. കാരണം ഇവർക്ക് ശരിക്കും ഒരു തടവിലായിരുന്നോ, അതോ ഇനി ഇവരാരെങ്കിലും ഈ ഒരു നെക്സസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊരു ഒരു ഫോർമൽ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് മലയാളികളുണ്ടോ എന്നുള്ള വിവരം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. മലയാളി ചുക്കില്ല ഏത്ത കഷായമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ മലയാളി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, വിദേശത്ത് വിസ ഇല്ലാതെ പോകുന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോകാം. എന്നിട്ട് പോയിട്ട് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് കരുതുന്ന ആളുകൾ ഒന്ന് ഓർക്കണം, ഒരു ജാഗ്രത വേണം, അല്പം ഭയവും വേണം. കാരണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങളല്ല മറ്റു രാജ്യങ്ങളിലുള്ളത്. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി നമ്മുടെ കാവലാളാണ്, നമ്മുടെ രക്ഷകർത്താക്കളാണ്, നമ്മുടെ ഒരു വലിയ കാരണവർ നമുക്ക് ഡൽഹിയിലുണ്ട്, നമ്മളെ കാത്തുരക്ഷിക്കാൻ എന്ന് ഉറപ്പിക്കുന്നതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ, ഇന്ത്യൻ വ്യോമസേനയുടെ മ്യാൻമറിലെ ഈ ഇടപെടൽ.